നമസ്കാരം. നമ്മുടെ സർക്കാരിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. ധനവകുപ്പ് ഉണ്ട്. അത് മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നതിനാൽ അത് മുഖ്യമന്ത്രിക്കുള്ള വകുപ്പായിട്ട് തന്നെ നമുക്ക് കാണാം. എന്നാൽ രണ്ടാമത്തെ വകുപ്പ് എന്ന് തീർച്ചയായും ആഭ്യന്തരത്തേക്കാൾ നമ്മൾ പറയേണ്ടത് ആരോഗ്യ വകുപ്പാണ്. കാരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വകുപ്പിന് ഏറ്റവും മുതിർന്ന നേതാവായ കെ മുരളീധരൻ മന്ത്രിയായി വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങളെല്ലാം നോക്കിക്കണ്ടത്. വളരെ നയപരമായ, സാമൂഹികപരമായ, കാലികമായ മാറ്റങ്ങൾ വരുത്തിയാണ് കെ മുരളീധരൻ ഈ വകുപ്പിനെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമാകുന്നത്. ആ വിവാദം ഉണ്ടാക്കുന്നത് ഡിവൈഎഫ്ഐ മാത്രമാണ്. മറ്റാരും ആ വിവാദത്തിലേക്ക് കടന്നു പിടിച്ചിട്ടില്ല, അല്ലെ കയറി ചെന്നിട്ടില്ല. അതായത് സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നു, അല്ലെ ഭക്ഷണം വിതരണം ചെയ്യുന്നു. ബാനറും കൊടിയും കെട്ടിവെച്ചുള്ള ഭക്ഷണ വിതരണം ആവശ്യമില്ല എന്നാണ്. അത് ഇവിടെ പറ്റില്ല എന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പത്രസമ്മേളനത്തിൽ കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള ഭക്ഷണം നൽകുന്നതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. പകരം എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും. ആ കമ്മ്യൂണിറ്റി കിച്ചൺ മുഖേന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷണ വിതരണം നടത്തും. ഈ കമ്മ്യൂണിറ്റി കിച്ചന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനറോ കൊടിയോ ഉണ്ടായിരിക്കുന്നതല്ല. ഭക്ഷണം വിതരണം ചെയ്യേണ്ടവർക്ക് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ മുഖേന ഭക്ഷണം വിതരണം ചെയ്യാം. മുരളീധരൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എന്താണ്? എല്ലാ ആശുപത്രികളിലും ജീവകാരുണ്യ സംഘടനകൾ, NGOകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകൾ ഒക്കെ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ CH സെൻറ്റർ മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സംഘടനയാണ്. അതുപോലെ ഈ ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഘടനകൾ അവർ ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ സേവാഭാരതി ഭക്ഷണവും ആംബുലൻസ് സൗകര്യം, ആശുപത്രിയിൽ എത്തുന്നവർക്ക് താമസ സൗകര്യം ഇതൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഈ വിഷയം മുരളീധരൻ ഉന്നയിക്കുമ്പോൾ ഇതിനെതിരെ ഒരു എതിർപ്പ് ഉണ്ടായത്, അല്ലെങ്കിൽ വ്യാപകമായ ഒരു വിമർശനവും പ്രചാരണവും അഴിച്ചുവിട്ടത് ഇവിടുത്തെ DYFI ആണ്. എന്തുകൊണ്ടായിരിക്കാം അത് എന്ന് നമ്മൾ നോക്കുമ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ CH മുഹമ്മദ് കോയയുടെ പേരിലുള്ള CH സെൻറ്റർ മുസ്ലിം ലീഗിൻ്റെ സംഘടനയാണ്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കുന്നില്ല? അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു MLA ഇന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ DYFIക്കാർ ഈ ഭക്ഷണ വിതരണത്തിൽ CH സെൻറ്ററിനെ മാതൃകയാക്കാം. അപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാവുകയും കെ മുരളീധരനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ ഒന്നും ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പിന്തുണ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഈ വിമർശന ശരങ്ങൾ, ഈ രോഗികളുടെയും മറ്റുള്ളവരുടെയും എല്ലാം വിമർശന ശരങ്ങളേറ്റ് അദ്ദേഹം ആകെ പതറിപ്പോയി. ഇന്നലെ ഉച്ചവരെ അദ്ദേഹം ഈ വിഷയത്തിൽ കടുംപിടുത്തം തുടർന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം നിലപാട് മാറ്റി ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് താൻ എതിരല്ല എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ വീണ്ടും അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അനധികൃതമായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്ഥലം കയ്യേറി അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. അവിടെ അങ്ങനെ കയ്യേറി ഭക്ഷണ വിതരണം നടത്താൻ സാധിക്കില്ല എന്നാണ് താൻ പറഞ്ഞത്. അതിനുവേണ്ടിയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ പോകുന്നത്. അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ മാത്രം കാര്യമാണ് പറഞ്ഞത്. ബാക്കിയുള്ളിടത്തേക്കും ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കെ മുരളീധരൻ പറഞ്ഞതിൽ ഒരു സംഘടനയുടെയും ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തും എന്ന് മുരളീധരൻ എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനറോ കൊടിയോ കെട്ടി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യണ്ട. പകരം അതിനുള്ള സൗകര്യം ആശുപത്രിയിൽ ഒരുക്കും. അത് കമ്മ്യൂണിറ്റി കിച്ചൺ ആയിരിക്കും. ആ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി നിങ്ങൾക്ക് ഇത് ഭക്ഷണം വിതരണം ചെയ്യാം. നമുക്കറിയാം, കഴിഞ്ഞ വയനാട് ഉരുൾപൊട്ടൽ കാലത്ത് അന്ന് ആ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായ ആൾക്കാർക്ക് വേണ്ടി CH സെൻറ്റർ, അതായത് മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സംഘടന, ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചു. അവർ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, അതായത് വെജ് ഉള്ളത്, നോൺ വെജ്, ആൾക്കാർക്ക് വേണ്ട അവിടെ ഇതിൻ്റെ ഈ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർക്ക്, ദുരന്ത ബാധിതർക്ക് വേണ്ടി അവർ ഭക്ഷണം വിതരണം ചെയ്യാൻ. ആ ഭക്ഷണ വിതരണം ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ മറ്റു സംഘടനകളും ചേർന്ന് തടയുന്ന ഒരു അവസ്ഥ ഉണ്ടായ കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. എന്താണ്? അവിടെ ഞങ്ങളുടെ DYFI അല്ലെ CPM മാത്രമേ ഭക്ഷണം വിതരണം ചെയ്യാവൂ എന്ന പേരിൽ ഇവർ അവിടെ ഒരു പ്രക്ഷോഭം തന്നെയാണ് സൃഷ്ടിച്ചത്. അതിനെതിരെ വ്യാപക ജനരോഷം ഉണ്ടായി. കാരണം മുസ്ലിം ലീഗിൻ്റെ സംഘടന കൃത്യമായിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്തു വന്നത്. ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനും അവരവിടെ ശ്രമിച്ചില്ല.
അതുപോലെ തന്നെ ദുരന്ത മുഖങ്ങളിൽ സേവാഭാരതിയുടെ ഇടപെടൽ, അതുപോലെ ആശുപത്രികളിൽ ഇടപെടലുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ഒരു രോഷം എന്തുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് മാത്രം ഉണ്ടായി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. രാഷ്ട്രീയം ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് പറയാൻ കഴിയില്ല. ഡിവൈഎഫ്ഐ ചെയ്യുന്നത് മോശമാണെന്ന് ആരും പറയുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. പൊതിച്ചോറ് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവർ രക്തം കൊടുക്കുന്നു, രക്തം വേണ്ടവർക്ക് രക്തം കൊടുക്കുന്നു. പക്ഷെ ഒറ്റ വിഷയമേ ഉള്ളൂ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ അതൊരു സന്നദ്ധ സേവന പ്രവർത്തനമാക്കി തന്നെ വേണം ചെയ്യാൻ. അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കരുത്, അതിന് ഒരു ബാനർ ഉപയോഗിക്കരുത്, അതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി ഉപയോഗിക്കരുത്. ഇത് മാത്രമാണ് മുരളീധരനും പറഞ്ഞിട്ടുള്ളത്. അതിൽ മറ്റ് സംഘടനകൾക്കാർക്കും ഒരു എതിർപ്പുമില്ല. കാരണം അതിൽ രാഷ്ട്രീയ നേട്ടത്തിന് അത് ആരും ഉപയോഗിക്കുന്നില്ല. സേവാഭാരതി അതിന് ഉപയോഗിക്കുന്നില്ല, NGOകൾ അതിന് ഉപയോഗിക്കുന്നില്ല, പിന്നീട് ഈ പറയുന്ന CH സെൻറ്റർ പോലെയുള്ള സംഘടനകൾ അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഇതിൽ മനം നൊന്ത് കേഴുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വാസ്തവം. ഇന്നിപ്പോൾ എന്തായാലും മുരളീധരൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലത്ത് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ട സ്ഥലം കയ്യേറി ഭക്ഷണ വിതരണത്തിനായിട്ട്, അത് ഡിവൈഎഫ്ഐ മാത്രമല്ല ഒരുപാട് സംഘടനകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാനാണ് അദ്ദേഹം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെ അഭിനന്ദനാർഹവുമാണ്. അതിന് ഡിവൈഎഫ്ഐക്ക് കുരുപൊട്ടേണ്ട ഒരു കാര്യവുമില്ല. ഈ നാട് മുഴുവൻ നടന്ന് അവർ ജനങ്ങളെ കുത്തിയിളക്കിയിരിക്കുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയ ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഇതിന് തയ്യാറായി. നമുക്കറിയാം, ഡിവൈഎഫ്ഐയുടെ സമ്മേളനങ്ങൾ നടക്കുന്നിടത്ത് പലയിടത്തും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണ്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഡിവൈഎഫ്ഐ അലസന്മാരായിപ്പോയി. നമുക്കാകെയുള്ള ജോലി എന്ന് പറയുന്നത് ഈ ഭക്ഷണ വിതരണം മാത്രമാണ്, അല്ലെങ്കിൽ ഈ ബ്ലഡ് കൊടുപ്പ് മാത്രമാണ്. സമരം മറന്നുപോയ ഒരു സംഘടനയാണ്. ഭക്ഷണ വിതരണത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ ഭക്ഷണ വിതരണം ഇവിടെ ആരുടെയും കുരു പൊട്ടിക്കുന്നില്ല. അതാണ് ആദ്യം ഇവർ മനസ്സിലാക്കേണ്ടത്. ഡിവൈഎഫ്ഐ ഭക്ഷണം കൊടുക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. ഡിവൈഎഫ്ഐ ഭക്ഷണം ശേഖരിച്ച് ഓരോ വീടുകളിൽ ചെന്ന് പൊതി വാങ്ങിക്കൊണ്ട് വന്ന് അവർ കൂട്ടായിട്ട് ഓരോ ബ്ലോക്ക് കമ്മിറ്റികൾ ആണ് ഓരോ ദിവസവും ഓരോ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് ഇത് വിതരണം ചെയ്യുന്നത്. വളരെ നല്ല കാര്യമാണ്. ആ നല്ല കാര്യം അവർക്ക് തുടരാമെന്ന് മാത്രമേ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനൊരു ബാനറോ ഒരു കൊടിയോ ഉണ്ടാവരുത് എന്നതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ നേട്ടമില്ലാതെ അങ്ങനെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല. മുരളീധരൻ്റെ നിലപാടുകളോടാണ് യോജിപ്പ്. അതിന് മുരളീധരന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഒരു പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് വളരെ ഖേദകരമായൊരു വസ്തുത. മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാടിലേക്ക് കാര്യങ്ങൾ പോകട്ടെ. എത്ര സംഘടനകൾ വേണമെങ്കിലും ഭക്ഷണം വിതരണം ചെയ്യട്ടെ. അതൊരു കേന്ദ്രീകൃത സ്വഭാവം കൈവരട്ടെ. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാത്രമല്ല ഇത് പ്രയോജനപ്പെടുന്നത്. വഴിനീള വിശന്ന് നടക്കുന്ന ആൾക്കാർ ഇന്നപോലെ ആ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഭക്ഷണ വിതരണം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് ഈ ഫുഡ് വാങ്ങി കഴിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വയറുകളും മനസ്സുകളും നിറയട്ടെ. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ആരോഗ്യമന്ത്രിയുടെ മെക്കിട്ട് കയറുക അല്ല വേണ്ടത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇത്തരം നിലപാടുകളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല.